ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള birdfly.sifz എന്ന ഫയൽ സിൻഫിഗ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ ഫയൽ ഓപ്പൺ വഴി തുറന്ന് മരക്കൊമ്പിലേക്ക് പറക്കുന്ന പക്ഷിയുടെ ആനിമേഷൻ പൂർത്തിയാക്കുക. സൂചനകൾ: പശ്ചാത്തല ചിത്രം ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിൽ tree.png എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. ക്യാൻവാസിലുള്ള പക്ഷിക്ക് ആനിമേഷൻ നൽകിയിട്ടുണ്ട്. മരത്തിൻ്റെ ചിത്രം പശ്ചാത്തലമായി ക്രമീകരിക്കാൻ ലേയേഴ്സ് പാനലിലെ റേസ് ലെയർ, ലോവർ ലെയർ സങ്കേതം ഉപയോഗിക്കാം. പക്ഷി മരത്തിൻ്റെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരത്തിൻ്റെ ചിത്രം വലുതായി വരുന്ന തരത്തിൽ പശ്ചാത്തലത്തിന് ആനിമേഷൻ നൽകി പ്രവർത്തിപ്പിക്കുക. ഈ ആനിമേഷൻ FLV ഫോമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം: Using the option File Open in Synfig Studio Software, open the file birdfly.sifz given in the folder Exam Documents in Home and prepare the animation of a bird flying to a tree branch as per the instruction given below. Hints: for the background image, use the image tree.png given in the folder Images 10 in Home. Animation is given to the bird in the canvas. The raise layer or lower layer technique in the layers panel can be used to set the image of the tree as the background. Animate the background so that the image of the tree gets larger as the bird approaches it. Run the animation. Export the animation to FLV format and save it in Exam 10 folder in Home with your register number _ question number as the file name. സിൻഫിഗ് സ്റ്റുഡിയോ തുറക്കുവാനായി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്ന വിഭാഗത്തിൽ സിൻഫിഗ് സ്റ്റുഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. birdfly.sifz എന്ന ഫയൽ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു. ഇനി ചിത്രം ഇമ്പോർട്ട് ചെയ്യുവാനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. tree.png ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് ഇമ്പോർട്ട് ചെയ്യുന്നു. പക്ഷിയുടെ ചിത്രം മുന്നിലേക്ക് കൊണ്ടുവരുവാനായി ലെയർ പാലറ്റിൽ ഇവിടെ ബേഡ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ റേസ് ലെയർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ആനിമേഷൻ നൽകുവാനായി ആനിമേഷൻ മോഡ് ഓൺ ആക്കുന്നു. പക്ഷിക്ക് ആനിമേഷൻ നൽകേണ്ടതില്ല. അതിന് ആനിമേഷൻ നൽകിയിട്ടുണ്ട് എന്ന് ചോദ്യത്തിൽ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 0 ഫ്രെയിമാണ്. ഇവിടെ 120 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി 120ാമത്തെ ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടി എൻ്റർ കീയിൽ അമർത്തുന്നു. മരത്തിനാണ് ഇനി നമുക്കിവിടെ ആനിമേഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ട്രീ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ട്രീ തന്നെയാണോ സെലക്ഷൻ ആയതെന്ന് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. ഇനി ഇവിടെ കാണുന്ന ഹാൻഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ വലുതാക്കുന്നു, സൂം ചെയ്യുന്നു. പക്ഷിക്ക് ആനിമേഷൻ നൽകേണ്ടതില്ല എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ആനിമേഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി പ്ലേ ചെയ്യുവാനായി ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആദ്യ ഫ്രെയിമിലേക്ക് പോകുന്നു. ആനിമേഷൻ കാണുവാനായി പ്ലേ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യുവാനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാം 10 സെലക്ട് ചെയ്യുന്നു. നെയിം എന്ന ഭാഗത്ത് ഇത് മുഴുവൻ മായ്ച്ചു കളയേണ്ടതുണ്ട്. അതിനുശേഷം രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം .FLV എന്നുകൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടാർഗറ്റ് ഓട്ടോ എന്നത് തന്നെ മതി. എക്സ്പോർട്ട് ചെയ്യുവാനായി ഇനി ഇവിടെ റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡറിങ് കഴിഞ്ഞിരിക്കുന്നു. സേവ് ചെയ്ത ഫയൽ തുറന്നു നോക്കാം. ഹോം ഫോൾഡറിലെ Exam 10 ഫോൾഡർ തുറക്കുന്നു. FLV ഫോമാറ്റിൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇതാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു.